പ്രഭാസ് ഓർ വിജയ് ഇവർ രണ്ടുപേരിലും ആരാണ് ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതെ, ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. വിജയ് വാസസ് പ്രഭാസ്. അപ്പോൾ വിജയ് ഫാൻസും പ്രഭാസ് ഫാൻസും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫാൻസുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പോകാം. അപ്പോൾ ഇവരിൽ ആരാണ് ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് നോക്കുന്നതിൽ നമ്മൾ 3 പോയിന്റ് ആക്കി തിരിച്ചിട്ടുണ്ട്. മൂന്ന് കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പെർഫോമൻസ് കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് പവർ ആണ്. ദ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫാൻസ് പവർ ആണ്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയായ പെർഫോമൻസിന്റെ ഉള്ളിൽ പെടുന്ന കാര്യങ്ങളാണ്. ആക്ടിംഗ് ആണോ പ്രഭാസിനാണോ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ അറിയുന്നത് എന്നാണ് നമ്മൾ ആക്ടിങ്ങിലൂടെ നോക്കുന്നത്. ഇവർ രണ്ടുപേരും ആക്ടിങ്ങിൽ ആർക്കാണ് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിലുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, പ്രഭാസ്. അതെ, പ്രഭാസിനാണ് വിജയിനേക്കാളും അഭിനയിക്കാൻ കുറച്ചും കൂടെ കൂടുതൽ അറിയുന്നത്. ഞാൻ പറയുമ്പോൾ വിജയ്ക്ക് അഭിനയിക്കാനേ അറിയില്ല എന്നല്ല, പ്രഭാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിജയിയുടെ അഭിനയത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് കാറ്റഗറിയിൽ ആദ്യത്തേത് ആക്ടിങ്. അപ്പോൾ പ്രഭാസ് ആക്ടിങ് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 1-0 മാറുകയാണ് പ്രഭ പറയുന്ന സാധനം. ഡാൻസിങ്ങിൽ നമ്മൾ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാം, ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടുന്നതുമാണ്. അപ്പോൾ ഡാൻസിൽ വിജയ്ക്കാണോ പ്രഭാസിനാണോ ഏറ്റവും മുൻപന്തിയിൽ കൂടുതൽ എന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിജയ്ക്കാണ് പ്രഭാസിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഡാൻസിങ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാസിന് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്നല്ല, വിജയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രഭാസിൻ്റെ ഡാൻസിന് ലിമിറ്റേഷൻസ് വരുന്നത് കൊണ്ട് വിജയ്ക്കാണ് കുറച്ചും കൂടെ ഡാൻസിങ്ങിൽ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ 1-1 സ്കോർ ലൈൻ ആവുന്നുണ്ട്. കാരണം ആക്ടിങ് പ്രഭാസ് 1 അടിച്ചു, ഡാൻസിൽ വിജയ് 1 അടിച്ചു. അപ്പോൾ എന്തായാലും 1-1. ഇനി 2 പോയിന്റും കൂടിയുണ്ട് പെർഫോമൻസ് കാറ്റഗറിയിൽ. അതിൽ പെർഫോമൻസ് കാറ്റഗറിയിൽ വരുന്ന അടുത്ത ഇതാണ് നമ്മുടെ ഫൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം. ഏറ്റവും കൂടുതൽ ഫൈറ്റ് എക്സ്പീരിയൻസ് വിജയ്ക്കാണോ പ്രഭാസിനാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, പ്രഭാസിന് തന്നെയാണ് വിജയിനേക്കാളും കുറച്ചും കൂടെ ഫൈറ്റ് എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് തോന്നിയത് വിജയിനേക്കാളും 2, വിജയ് 1 എന്നിങ്ങനെ സ്കോർ ലൈനിലൂടെയാണ് നമ്മൾ പോകുന്നത്. പെർഫോമൻസിലെ ലാസ്റ്റ് ഇതാണ് ഇമോഷൻസ് എന്ന് പറയുന്ന സാധനം. വിജയ്ക്കാണോ പ്രഭാസിനാണോ ഏറ്റവും കൂടുതൽ ഇമോഷൻ സീൻസ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ പ്രഭാസിന് തന്നെയാണ് കുറച്ചും കൂടെ കൂടുതൽ ഇമോഷൻസ് കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ കഴിയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രഭാസിൻ്റെ ഛത്രപതി എന്ന സിനിമയും അതുപോലെ തന്നെ വിജയിയുടെ കുരുവി എന്ന സിനിമയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. സിനിമയിലെ നടന്മാർ മാത്രമേ വ്യത്യാസമുള്ളൂ. സിനിമ റീമേക്കാണ്. ഛത്രപതി എന്ന സിനിമയുടെ റീമേക്കാണ് കുരുവി എന്ന സിനിമ. അതിൽ നിങ്ങൾ ഛത്രപതി എന്ന സിനിമയിൽ പ്രഭാസിൻ്റെ ഇമോഷൻ സീൻസും അതുപോലെ തന്നെ വിജയിയുടെ ആ കുരുവി എന്ന സിനിമയിലെ ഇമോഷൻ സീൻസും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രഭാസിൻ്റെ ഇമോഷൻ സീൻസ് എന്ന് പറയുന്നത് വിജയിൻ്റെ കുരുവി എന്ന സിനിമയേക്കാളും മച്ച് ബെറ്റർ ആണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് വിജയിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് വിജയ് സേഫ് സോൺ വിട്ട് കളിക്കാത്തതാണ്. വിജയ് സേഫ് സോൺ വിട്ട് കളിച്ചാൽ മാത്രമേ വിജയ്ക്ക് ഇമോഷൻ സീൻസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വിജയ് സേഫ് സോൺ വിട്ട് കളിച്ചാൽ മാത്രമേ വിജയ്ക്ക് എത്രത്തോളം ഇമോഷൻ സീൻസ് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കാറ്റഗറി കഴിഞ്ഞിരിക്കുകയാണ്. 4 കാറ്റഗറിയും കഴിഞ്ഞു. 4 കാറ്റഗറി എന്ന് പറയുന്നത് പെർഫോമൻസിൻ്റെ 4 സംഭവങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്കോർ ലൈൻ എന്ന് പറയുന്നത് 3-1 പ്രഭാസാണ് പെർഫോമൻസിൽ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് കാറ്റഗറി ജയിച്ചത് നമ്മുടെ പ്രഭാസണ്ണനാണ്. അപ്പോൾ പ്രഭാസിന് 1, വിജയ്ക്ക് 0 എന്നിങ്ങനെയാണ് സ്കോർ ലൈൻ പോകുന്നത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബോക്സ് ഓഫീസ് പവർ എന്ന കാറ്റഗറിയാണ്. ഇത് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ പറയാം. ഇതിന് നിങ്ങൾക്കും ചിലപ്പോൾ അറിയാമായിരിക്കും. ബോക്സ് ഓഫീസ് പവർ പ്രഭാസിന് തന്നെയാണ് കൂടുതലുള്ളത്. ഇത് ഞാൻ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ വിജയ്ക്ക് ഒരു പടം പോലും 1000 കോടി കൈവരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മറുഭാഗം പ്രഭാസിൻ്റെ സൈഡിലാകട്ടെ 2000 കോടി സിനിമകളാണുള്ളത്.
ബാഹുബലി 2ഉം അതുപോലെ തന്നെ കൽക്കി എന്നീ 2 സിനിമകൾ 1000 കോടി ക്ലബ്ബിൽ കയറിയതാണ്. പക്ഷേ വിജയുടെ ഒരു സിനിമ പോലും 1000 കോടി ക്ലബ്ബിൽ കയറിയിട്ടും പോലുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലിയോയുടെ കളക്ഷനാണോ സെലാറിൻ്റെ കളക്ഷനാണോ ഏറ്റവും കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ സെലാറിൻ്റെ കളക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബോക്സ് ഓഫീസ് പവറിൻ്റെ കാര്യത്തിൽ പ്രഭാസിനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. ഇനി കുറച്ച് പേരിനി കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ പറയാൻ വരും, വിജയുടെ എത്ര മൊണ്ണ സിനിമകൾ വന്നാലും ബോക്സ് ഓഫീസിൽ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 200 കോടിയാണെന്ന് കരുതുക. ആ 200 കോടി ആ സിനിമ മോശമാണെങ്കിൽ ഒരു 210, 220 കോടി കിട്ടി സിനിമയ്ക്ക് സിനിമയുടെ നിർമ്മാതാവിന് ലാഭം കിട്ടിയെന്ന് കരുതുക. പക്ഷേ എന്തുകൊണ്ട് വിജയുടെ ബോക്സ് ഓഫീസ് അവിടെ വളരുന്നില്ലല്ലോ? അങ്ങനെ നോക്കി കാണുകയാണെങ്കിൽ പ്രഭാസിന് തന്നെയാണ് ബോക്സ് ഓഫീസ് പവർ എത്രത്തോളം കൂടുതലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത്, അപ്പം ബോക്സ് ഓഫീസ് പവർ എന്ന കാറ്റഗറിയിലും പ്രഭാസ് തന്നെയാണ് സ്കോർ ചെയ്യുന്നത്. 2-0 വിജയ് പിന്നിലാണ്. അടുത്ത ലാസ്റ്റ് ഫൈനൽ കാറ്റഗറിയാണ് ഫാൻസ് പവർ. ഇപ്പോൾ ഫാൻസ് പവർ എന്ന് പറയുകയാണെങ്കിൽ ആരാധകരുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടൻ വിജയ് അല്ല, പ്രഭാസാണ്. നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണ്. ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ ഫാൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രഭാസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. അതേപോലെ തന്നെ ഇനി വിജയുടെ ഫാൻസ് കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. നോർത്ത് സൈഡിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ നമ്മൾ സൗത്ത് സൈഡിലാണ് വിജയ്ക്ക് കുറച്ചും കൂടെ ഫാൻസ് ഉള്ളത്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഇന്ത്യയിലാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രഭാസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടനെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ത്യ മൊത്തത്തിൽ പ്രഭാസിന് അറിയപ്പെടാൻ സാധിച്ച സിനിമ എന്ന് പറയുന്നത് ബാഹുബലിയുടെ 2 പാർട്ട് സിനിമയും അതുപോലെ തന്നെ സാഹോ, കൽക്കി എന്നൊക്കെ ഈ സിനിമകളൊക്കെ ഉദാഹരണമാണ്. ഇതുകൊണ്ടൊക്കെയാണ് പ്രഭാസിനെ ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെടാനുള്ള കാരണം. ഇനി വിജയ്ക്ക് ഇത്ര ഫാൻസ് ഇല്ലാത്തതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വിജയ്ക്ക് എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെടാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ടോ എന്നും അറിയില്ല. വിജയ് സിനിമയൊക്കെ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. വിജയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് വിജയ് സേഫ് സോൺ വിട്ട് കളിക്കാത്തതാണ്. നമ്മൾ ഈ സേഫ് സോൺ വിട്ട് കളിച്ചാലേ അല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുകയുള്ളൂ. അതായത് വിജയുടെ കട്ട ആരാധകരായ തമിഴ്നാട്ട് ആരാധകരെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമ ഇറക്കി കഴിഞ്ഞാൽ അവിടെ മാത്രമേ അത് ഒതുങ്ങി പോവുകയുള്ളൂ. അതായത് ഈ ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെടണമെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ ഉള്ള സിനിമ തന്നെ വേണം. അത് ചെയ്യണമെങ്കിൽ സേഫ് സോൺ വിട്ട് കളിക്കണം. അപ്പോൾ അങ്ങനെ വിട്ട് കളിച്ചാൽ മാത്രമേ പ്രഭാസിൻ്റെ ഒക്കെ ലെവലിൽ വിജയ്ക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചിട്ടുള്ളത് വിജയിനെ മറികടന്ന് പ്രഭാസാണ് ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചത്. അപ്പോൾ എന്തായാലും ഫൈനൽ സ്കോർ എന്ന് പറയുന്നത് 3-0. അപ്പോൾ എന്തായാലും നമ്മൾ പ്രഭാസിൻ്റെയും വിജയുടെയും കമ്പാരിസൺ ഇവിടെ തീരുകയാണ്. ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ പദവി ലഭിച്ചിട്ടുള്ളത് പ്രഭാസിനാണ്. ഇനി നിങ്ങൾ പ്രഭാസിനാണോ വിജയ്ക്കാണോ സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഭാസിനാണ് വിജയിനേക്കാളും ബെസ്റ്റ് സൂപ്പർ സ്റ്റാർ പദവി നമ്മൾ പ്രഭാസിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും കമ്പാരിസൺ വീഡിയോയിൽ ജയിച്ചിരിക്കുന്നത് പ്രഭാസാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.